നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിവിധ കവർച്ചാ കേസുകളിലെ മുഖ്യപ്രതികളായ 4 പേർ പെരിന്തൽമണ്ണയിൽ പോലീസ് പിടിയിൽ. പിടിയിലായത് കവർച്ച നടത്താനായി വാടകയ്ക്കെടുത്ത 2 കാറുകൾ സഹിതം. ഒറ്റപ്പാലം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം ഉൾപ്പെടുന്ന അജണ്ടയുടെ സർക്കാർ സ്റ്റേ നീക്കിക്കിട്ടാൻ നഗരസഭ ഹൈക്കോടതിയെ സമീപിച്ചു. 1 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഹൈക്കോടതി ഓംബുഡ്സ്മാന് നിർദ്ദേശം നൽകി. പെരിന്തൽമണ്ണയിലെ ഇരട്ട ശമ്പള വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജിക്കെതിരെ CPM നടത്തുന്ന സമരം ചെയർപേഴ്സൺ രാജിവെച്ച അപമാനം മറയ്ക്കാൻ വേണ്ടിയാണെന്ന് മുസ്ലിം ലീഗ്. പ്രചരണം വിലപ്പോയില്ലെന്നും ലീഗ് നേതാക്കൾ. ജില്ലയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ചില ജനപ്രതിനിധികൾക്ക് മണൽ മാഫിയയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് CP മുഹമ്മദ് MLA. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും CP മുഹമ്മദ്. മണൽ മാഫിയ വലിയ നിയമപ്രശ്നമെന്നും MLA. മാവേലി സ്റ്റോറുകളിൽ നിന്നും അരി കിട്ടുന്നില്ല. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങുന്നതായി പരാതി. വല്ലപ്പുഴയിൽ പാടം നികത്തി റബ്ബർ കൃഷി. കർഷകർ പ്രതിഷേധവുമായി രംഗത്ത്. റബ്ബർ നട്ടിരിക്കുന്നത് ചെറുകോട് നെല്ലിക്കോട് പാടശേഖരത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. 9-അംഗ കവർച്ചാ സംഘത്തിലെ മുഖ്യപ്രതികളായ 4 പേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായി. ഇവർക്കെതിരെ പാലക്കാട്, തൃശൂർ ജില്ലകളിലായി നിരവധി മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കവർച്ച നടത്താനായി വാടകയ്ക്കെടുത്ത 2 കാറുകൾ സഹിതം തിങ്കളാഴ്ച പുലർച്ചെയാണ് പോലീസ് ഇവരെ പിടികൂടിയത്. കാറുകൾ വാടകയ്ക്കെടുത്ത് വീടുകളിലും ഷോപ്പുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ചെന്ന് രാത്രി സമയങ്ങളിൽ കവർച്ച നടത്തുന്ന സംഘത്തിലെ 4 പേരാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. താനൂർ മട്ടുപുറം കുഞ്ഞാലകത്ത് വീട്ടിൽ ഷാജി എന്ന കാക്ക ഷാജി, തിരൂർ ചമ്രവട്ടം കല്ലുനാട്ടിക്കൽ അബ്ദുൾ റസാഖ്, അരീക്കോട് കല്ലിരട്ടി പട്ടണത്തിൽ ഷൈജു, പാലക്കാട് പറക്കുളം നാക്കോലക്കൽ സഹീർ എന്നിവരാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ പ്രതികൾ മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിരവധി മോഷണങ്ങളും കവർച്ചയും നടത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ തോട്ടത്തിൽ, സബ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട എന്നിവരും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് തിങ്കളാഴ്ച പുലർച്ചെ പുണ്യകുർശിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്തതിൽ മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ നിരവധി കേസുകൾക്ക് തുമ്പുണ്ടായി. കാക്കത്തി ഷാജിയെ ഏകദേശം 7 മാസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണ പോലീസ് പിടിച്ചിരുന്നു. അയാളിൽ നിന്ന് ഏകദേശം 80 പവനോളം സ്വർണം ഏകദേശം 30ഓളം കേസുകളും അയാൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്തു. ആ കേസുകൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആണ് ഇത്രയധികം കേസുകൾ കൈകാര്യം ചെയ്തത്. മഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ നാരായണൻ എന്നയാളുടെ വീട്ടിൽ സെക്യൂരിറ്റിക്കാരനെ കെട്ടിയിട്ട് ദേഹോദ്രവമേൽപ്പിച്ച് കവർച്ച നടത്തിയ സംഘത്തെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് 4 പ്രതികളും പിടിയിലായത്. ഡിവൈഎസ്പി KP വിജയകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തുടർച്ചയായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇവരിൽ മുഖ്യപ്രതി ഷാജിയെ മുമ്പ് പെരിന്തൽമണ്ണ പോലീസ് മോഷണ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ഷാജിയുടെ പേരിൽ പട്ടാമ്പി, മണ്ണാർക്കാട്, ഒറ്റപ്പാലം, തിരൂർ കോടതിയുടെ പരിധിയിൽ 24 കേസുകൾ ഉണ്ടായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം കൂട്ടുപ്രതികളുമായി വീണ്ടും കവർച്ച നടത്തുകയായിരുന്നു പ്രതികൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ കടകൾ, വീടുകൾ, വിദേശ മദ്യഷാപ്പുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പണം, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ മോഷ്ടിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തുടർ അന്വേഷണത്തിനും കളവ് മുതലുകൾ കണ്ടെത്തുന്നതിനും കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഈ സംഘത്തിൽപ്പെട്ട അലി അക്ബർ, അബ്ദുൾ ജലീൽ എന്നിവർ പെരുമ്പടപ്പ് സ്റ്റേഷനിലെ കേസിൽപ്പെട്ട് പൊന്നാനി സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞുവരികയാണ്. വിവിധ പ്രദേശങ്ങളിൽ കടകളെ മുഴുവൻ കുത്തിത്തുറന്ന് അതിലുള്ള ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുത്തിത്തുറന്ന് അവിടെ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ട്, സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ കാക്ക ഷാജിയുടെ പ്രത്യേകത ഈ വീടിന്റെ ജനാലയ്ക്ക് പുറത്തു നിന്ന് ജനാല പൊളിച്ച് പതുക്കെ തുറന്ന് അതിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളുടെ സ്വർണം മോഷ്ടിക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണ്. ആ ശൈലിയിലും ധാരാളം മോഷണം നടത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം ഉൾപ്പെടുന്ന അജണ്ടയുടെ സർക്കാർ സ്റ്റേ നീക്കാൻ നഗരസഭ ഹൈക്കോടതിയെ സമീപിച്ചു. 1 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഹൈക്കോടതി ഓംബുഡ്സ്മാനോട് നിർദ്ദേശിച്ചു. നഗരസഭയിൽ 17 അജണ്ടകൾ ഒറ്റയടിക്ക് പാസാക്കിയ നടപടി സ്റ്റേ ചെയ്തതോടെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലവും അതിൽ കുടുങ്ങി മുടങ്ങിയത്.
സെപ്റ്റംബർ 5 നടത്താനിരുന്ന ലേലത്തിന്റെ തലേ ദിവസമാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. ഇതുകൊണ്ട് തന്നെ സ്റ്റേ മറികടക്കാനായില്ല. ലേലത്തിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് മാറ്റിവെക്കേണ്ട അവസ്ഥയിൽ നഗരസഭ എത്തിയത്. ഹൈക്കോടതിയെ സമീപിച്ച നഗരസഭയുടെ ആവശ്യം പരിഗണിച്ച് ഈ മാസം 17 ഓംബുഡ്സ്മാൻ പാലക്കാട് സിറ്റിംഗിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതിൽ എതിർഭാഗത്തിന് ഹാജരാകാൻ കഴിയാത്തതിനാൽ അടുത്ത മാസം 3 തിരുവനന്തപുരത്ത് വീണ്ടും വിളിച്ചിട്ടുണ്ട്. വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന കെട്ടിടത്തിന്റെ ലേലം ഉടൻ നടത്താൻ ആവശ്യപ്പെടാനാണ് നഗരസഭ കോടതിയെ സമീപിച്ചത്. എന്നാൽ നഗരസഭ ആക്ട് പ്രകാരം ബൈലോ അംഗീകരിച്ച് കൌൺസിൽ പാസാക്കി മാത്രമേ ലേലം അനുവദിക്കൂ എന്ന നിലപാടാണ് പരാതിക്കാരനായ ലീഗ് കൌൺസിലർ PMA ജലീലിന്റേത്. ഇരട്ട ശമ്പളത്തിന്റെ പേരിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജിക്കെതിരെ CPM നടത്തുന്ന സമരത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത്. ഭർത്താവും പ്രധാനാധ്യാപകനുമായ CPM നേതാവിന്റെ സഹായത്തോടെ ഇരട്ട ശമ്പളം പറ്റിയതിന് നഗരസഭാ ചെയർപേഴ്സൺ രാജിവെച്ചതിന്റെ അപമാനം മറയ്ക്കാൻ CPM നടത്തുന്ന സമരം പരിഹാസമാണെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതിനാലുള്ള ജാള്യതയും അപമാനവും മറച്ചുവെക്കാൻ ലീഗിനെതിരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും CPM അപവാദ പ്രചരണം നടത്തുകയാണെന്ന ആക്ഷേപവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് മണ്ഡലം നേതൃത്വം. CPMനെ കബളിപ്പിച്ച് പ്രധാന അധ്യാപകനായ സ്വന്തം ഭർത്താവിന്റെ ഒത്താശയോടെ ഹാജർ പട്ടികയിൽ ഒപ്പുവെച്ച് ഇരട്ട ശമ്പളം പറ്റിയ K സുധാകുമാരിയെയും സ്കൂളിൽ നിന്നും അർഹമായ അവധിയെടുത്ത് നിയമാനുസൃതം പ്രവർത്തിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജിയെയും താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. മുനിസിപ്പൽ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടതിൽ നിന്നുള്ള നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ആ പാർട്ടി ഇത്തരത്തിലൊരു സമരത്തിന് വന്നത്. ചെയർപേഴ്സന്റെ പ്രശ്നം അബൂബക്കറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ചെയർപേഴ്സൺ സ്കൂളിൽ തീരെ പോകാതെ പ്രധാന അധ്യാപകൻ തന്റെ ഭർത്താവാണ് എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തി സ്കൂളിൽ പോകാതെ ജനങ്ങളെയും സർക്കാരിനെയും വഞ്ചിച്ചുകൊണ്ട് ശമ്പളം വാങ്ങിയതിന്റെ പേരിൽ ഉയർന്നുകൊണ്ട് ജനരോധത്തെ തുടർന്നാണ് ചെയർപേഴ്സൺ രാജിവെച്ചത്. അബൂബക്കർ തനിക്ക് അവകാശപ്പെട്ട ലീവും ക്യാഷ് ലീവും വേണ്ട ലീവ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കൂളിൽ ജോലി ചെയ്യുകയും ബ്ലോക്ക് പ്രസിഡന്റായി പോവുകയും ചെയ്തു എന്നുള്ളതാണ് അബൂബക്കറിനെതിരെ. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അബൂബക്കറിനെതിരെ പാർട്ടി നടത്തുന്നത് തീർത്തും അവകാശമായ സമരമാണ്. ഇതിൽ നിന്ന് പാർട്ടി പിന്തിരിയണം. കേരളത്തിൽ ഒരാൾ മാത്രമല്ല, നിരവധി പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ഇത്തരത്തിൽ ജോലിയുടെ ഭാഗമായി ജോലി ചെയ്തുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരുമായിട്ട് ഇരുപക്ഷത്തെയും നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷെ ഇങ്ങനെ സുധാകുമാരി ചെയർപേഴ്സനെ പോലെ സ്കൂളിൽ പോകാതെ ശമ്പളം വാങ്ങി ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രവും അല്ലെങ്കിൽ മറ്റൊരു പഞ്ചായത്ത് പ്രസിഡന്റോ ബ്ലോക്ക് പ്രസിഡന്റോ നഗരസഭാ അധ്യക്ഷയോ കേരളത്തിലില്ല. രണ്ടും രണ്ടാണ് പ്രശ്നം. അതിനുള്ള നാണങ്ങളിൽ രക്ഷപ്പെടാനാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും പഞ്ചായത്തിനെതിരെയും ഇത്തരത്തിലുള്ള പ്രചരണം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരട്ട ശമ്പളം പറ്റുന്നവരെ പറ്റി അറിയാൻ സംസ്ഥാന വ്യാപകമായി ലീഗിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് അറിവ്. ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ചില ജനപ്രതിനിധികൾക്ക് മണൽ മാഫിയയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് CP മുഹമ്മദ് MLA. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും CP മുഹമ്മദ് MLA പട്ടാമ്പിയിൽ ആവശ്യപ്പെട്ടു. മണൽ മാഫിയ വലിയ നിയമസമാധാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. കർശന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഗവൺമെന്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇത് മാറുമെന്നും CP മുഹമ്മദ് MLA പറഞ്ഞു. ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകളാണ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം നദികളെ നശിപ്പിക്കൽ മാത്രമല്ല, ഒരു നിയമസമാധാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. അനധികൃതമായ കടവുകൾ ഉണ്ടാക്കുക, ആ കടവുകളിൽ വണ്ടികൾ പുഴയിലിറക്കുക, അതുപോലെ അംഗീകൃത കടവുകളിൽ നിന്ന് തന്നെ അനുവദിച്ചതിലേറെ മണലുകൾ, ഇത് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിന്റെ പിന്നിലുണ്ട്. ചില പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട്. ഇതിനെക്കുറിച്ച് അടിയന്തരമായി ഒരു അന്വേഷണം നടത്തി ഈ ക്രിമിനൽ സംഘത്തെ അമർച്ച ചെയ്യാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് കർശനമായ നിയമ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത് ഗവൺമെന്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സമാന്തര അക്രമി സംഘമായി നമ്മുടെ സംസ്ഥാനത്ത് മാറി കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് നിയമ നടപടി കർശനമായി എടുക്കുന്നില്ലെങ്കിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നെല്ലായ മഞ്ചക്കൽ കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ മഞ്ചക്കല്ലിൽ CPM പൊതുയോഗം നടത്തി. പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നെല്ലായ മഞ്ചക്കൽ കുന്നിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPMനെതിരെ പ്രചാരണം നടത്തുന്ന ഭൂമാഫിയകൾക്കെതിരെയാണ് CPM മഞ്ചക്കല്ലിൽ പൊതുയോഗം നടത്തിയത്. ജില്ലാ കമ്മിറ്റി അംഗം PA ഉമ്മർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി വന്നു പറഞ്ഞാലും കുന്നിടിക്കാൻ അനുവദിക്കില്ലെന്നും ഭൂസംരക്ഷണം എന്നത് CPM നയമാണെന്നും PA ഉമ്മർ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിയാവും പിണറായി വിജയൻ വന്നിട്ട് ഭൂമി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് പാർട്ടി നയമാണ്. ഇവിടെ കുഞ്ഞുമുഹമ്മദ് എന്ന ഘടകങ്ങളൊക്കെ മുസ്ലിം ലീഗുകാരുടെ ഭൂമി നിങ്ങൾക്കറിയില്ലേ? ഈ ഭൂമിയുടെ അവകാശിയാരാ? 4 പേരാണ്.
മുഹമ്മദ് വന്നതന്ന് മുഹമ്മദിന്റെ പേരിൽ ഇവർ 10 കൊല്ലം മുമ്പ് ഒരു കാടുവണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഏരിയയിലും ശ്രീലങ്കയിലും ഒക്കെ കൃഷിക്ക് വേണ്ടി ഈ കുറ്റിക്കാട് വെട്ടിയിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്കും അനവധി ആളുകൾക്ക് അറിയാം. കെ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കെ ബി സുഭാഷ്, കെ ബാലകൃഷ്ണൻ, എൻ ജനാർദ്ദനൻ, ഐ ഷാജു, എം സിജു, ഇ വിനോദ്, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വസന്ത, ചെർപ്പുളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, എ എം ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങുന്നതായി പരാതി. മാവേലി സ്റ്റോറിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് അരി ലഭിക്കാത്തതാണ് ഉച്ചഭക്ഷണ വിതരണം തടസ്സപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്തെ മാവേലി സ്റ്റോറിൽ നിന്നുമാണ് ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിലേക്ക് ഉച്ചഭക്ഷണത്തിനുള്ള അരി ലഭിക്കുന്നത്. അരി സ്റ്റോറിലെന്ന മറുപടിയാണ് സ്ഥിരമായി സ്കൂൾ അധികൃതർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. മറ്റ് മാവേലി സ്റ്റോറുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് ഉച്ചഭക്ഷണത്തിനുള്ള അരി മുടങ്ങാതെ വിതരണം ചെയ്യുന്നതായും അധ്യാപകർ പറയുന്നു. ഓണം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും സ്കൂൾ കുട്ടികൾക്ക് നൽകേണ്ട ഓണം സ്പെഷ്യൽ അരി ശ്രീകൃഷ്ണപുരം മാവേലി സ്റ്റോറിൽ നിന്നും ഇനിയും ലഭിച്ചിട്ടില്ല. സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരി വിതരണം മുടക്കം കൂടാതെ നടപ്പിലാക്കണമെന്നും ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അധ്യാപകർ പറയുന്നു. വല്ലപ്പുഴയിൽ പാടം നികത്തിയുള്ള റബ്ബർ കൃഷിക്കെതിരെ പ്രതിഷേധവുമായി കർഷകർ രംഗത്ത്. ചെറുകോട്, നെല്ലിക്കോട് പാടശേഖരത്തിലാണ് റബ്ബർ തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം സമീപത്തെ മറ്റു കർഷകരാണ് കൃഷി ഇറക്കാനാവാതെ ദുരിതമനുഭവിക്കുന്നത്. വല്ലപ്പുഴ, ചെറുകോട്, നെല്ലിക്കോട് പാടശേഖരത്തിലാണ് ഒരു ഭാഗത്ത് മണ്ണിട്ട് നികത്തി റബ്ബർ തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതുമൂലം സമീപത്തെ മറ്റ് നെൽകർഷകരാണ് ഇപ്പോൾ ദുരിതമനുഭവിക്കുന്നത്. വർഷങ്ങളായി നെല്ലിക്കോട് പാടശേഖരത്തിൽ 2 വിള കൃഷി ഇറക്കി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു ഭാഗത്ത് റബ്ബർ തൈകൾ നട്ടുപിടിപ്പിച്ചത് മൂലം താഴെയുള്ള കൃഷിയിടത്തിലേക്ക് ജലസേചന സൗകര്യം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാത്തത് മൂലം നെൽകൃഷി ഉണക്ക ഭീഷണിയും നേരിടുന്നുണ്ട്. റബ്ബർ തൈകൾ വളർന്നു വരുന്നതോടെ ഇവിടെ നെൽകൃഷി ഇറക്കാനാവാത്ത സാഹചര്യം ഉണ്ടാവുമെന്നും കർഷകർ ആശങ്കപ്പെടുന്നു. വർഷങ്ങളായി കൃഷി ഉപജീവനമാർഗം ാക്കി വരുന്നവരാണ് ഇവിടുത്തെ കർഷകർ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസർ, ഒറ്റപ്പാലം സബ് കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. വല്ലപ്പുഴ പഞ്ചായത്ത് 1-ാം വാർഡ് നെല്ലിക്കോട് പാടശേഖരത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ 1-ാം വാർഡ് റബ്ബർ വെച്ച് നികത്തിയിട്ട് നെല്ലിക്കോട് പാടശേഖരത്തിന്റെ നടു സെന്ററിലാണ് റബ്ബർ വെച്ചിരിക്കുന്നത്. ഇതിന്റെ 4 ഭാഗത്തും വെള്ളം തോട് കയറി വിട്ടിട്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഗവൺമെന്റ് നീതി എടുക്കണം. ഈ കാലുകൊണ്ട് ചെയ്യാത്ത ഞാൻ കൃഷി ചെയ്യണത് വികലാംഗനായ ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതിനൊരു നീതി എടുക്കില്ല. ഞാനും എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യും. എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. 2 ഏക്കർ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇതേമാതിരി ഡബ്ബറും തെങ്ങും മേലെ കംപ്ലീറ്റ് എല്ലാ ഡബ്ബർ വന്നിട്ട് അതിലൊന്നും കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഇടയിൽ പിടിച്ചിട്ട് ഓരോരുത്തർ കൊടുന്ന് മരം വെച്ചിട്ടുണ്ട്. ഇതിന് പല ആൾക്കാർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പലർക്കും ഇതിന് ഒബ്ജക്ഷൻ ചെയ്ത് എല്ലാ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു മറുപടിയും ഇതേവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാനും കർഷകർ ആലോചിക്കുന്നുണ്ട്. ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത പ്രശ്നം നടപടിയെടുക്കാനാവാതെ പോലീസ്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം. സെപ്റ്റംബർ 6 വിളിച്ചു ചേർക്കാൻ RDO ചേംബറിൽ നിന്നെടുത്ത തീരുമാനമാണ് ഇപ്പോഴും അനിശ്ചിതമായി നീളുന്നത്. നഗരസഭാ ഭരണ നേതൃത്വത്തിലെയും പ്രതിപക്ഷത്തെയും അഭിപ്രായ വ്യത്യാസവും വടംവലിയുമാണ് ഈ വിഷയത്തിലും തർക്കമാകുന്നത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ അധ്യക്ഷത വഹിക്കേണ്ട ചെയർപേഴ്സണ് പകരം വൈസ് ചെയർമാനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ടൗണിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല ഭാഗത്തും പോലീസ് ഏകപക്ഷീയമായ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് പലപ്പോഴും എതിർപ്പുകൾക്കും വാഗ്വാദങ്ങൾക്കും ഇടയാക്കാറുമുണ്ട്. നോ പാർക്കിംഗ് ഏരിയകളും ഡിവൈഡറുകളും ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കാര്യമായ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അംഗീകാരമോ അനുമതിയോ ലഭിച്ചിട്ടില്ല. MLAയുടെ സമയം ലഭിച്ചില്ലെന്ന മുടന്തൻ ന്യായം മാത്രമാണ് ഇപ്പോഴും നഗരസഭ ഉന്നയിക്കുന്നത്. ചെർപ്പശ്ശേരി പെരിന്തൽമണ്ണ ദേശീയപാതയിലെ കാറൽമണ്ണ ആനന്ദപ്പടിയിൽ പാതയോരത്തെ മരം പൊട്ടി വീണ് വീടും മതിലും തകർന്നു. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലാണ് വീണ്ടുനിന്നിരുന്ന മരം പൊട്ടി വീണത്. പ്രദേശത്തെ പാതയോരത്തുള്ള മരങ്ങൾ സമീപവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് ഡെൻസിറ്റി ന്യൂസ് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെർപ്പുളശ്ശേരി പെരിന്തൽമണ്ണ ദേശീയപാതയിലെ കാറൽമണ്ണ ആനന്ദപ്പടിയിലെ വാക്കയിൽ തൊടി വീട്ടിൽ മുഹമ്മദ് അലിയുടെ വീടിന് മുൻവശത്തെ മതിലും വീടിന്റെ ഒരു ഭാഗവുമാണ് മരം വീണ് തകർന്നത്. ഇളകി വിണ്ടു നിൽക്കുകയായിരുന്ന മരം തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് പൊട്ടി വീണത്. മരം വീണത് രാവിലെ കുറച്ചു സമയം ഗതാഗതത്തെ ബാധിച്ചുവെങ്കിലും നാട്ടുകാർ റോഡിലേക്കുള്ള മരം വെട്ടിമാറ്റുകയായിരുന്നു.
വീടിന്റെ മുൻവശത്തെ ഒരു ഭാഗത്തേക്ക് മരം വീണതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മരം വീഴുന്ന സമയത്ത് 4 പേർ വീട്ടിനകത്തുണ്ടായിരുന്നു. കാറൽമണ്ണ ആനന്ദപ്പടിയിൽ റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ പ്രദേശത്തുള്ള വീടുകൾക്കും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും വാഹനം കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവർക്കും ഭീഷണി സൃഷ്ടിക്കുമെന്ന് 2 മാസങ്ങൾക്ക് മുൻപ് ഡെൻസിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പല വഴിക്കും ആപ്ലിക്കേഷൻ കൊടുത്തു നോക്കി, എന്നിട്ടും ഇത് വെട്ടിയില്ല. മുമ്പ് നിങ്ങളുടെ ചാനലുകൾ വന്നിട്ട് പിടിച്ചു, എന്നിട്ടും ഇത് വെട്ടിയില്ല. പിന്നെ പഞ്ചായത്തിൽ എഴുതി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു വനം വകുപ്പിൽ പറയണം, മറ്റേ ഒറ്റപ്പാലത്ത് പറയണം. അങ്ങനെ പല നിലക്ക് പറഞ്ഞിട്ട് അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലാതെ ഇതുവരെയും നടന്നില്ല. എല്ലാവരുടെയും വീടുകൾക്കും കറണ്ടിനും ഭയങ്കര ഡേഞ്ചറായ സംഭവമാണ്. പല നിരക്ക് പറഞ്ഞിട്ടും വെട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ കാണുന്നില്ല, ഇപ്പൊ ഈ വീടിന് ചുരുങ്ങാതെ 10,75,000 റുപ്യ നഷ്ടം വന്നു. ഇനി ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ട്. KV ലൈനാണ് 3 ലൈന് പോണ്. ഒരു തെങ്ങിന്റെ പട്ട തട്ടിയാൽ തന്നെ കത്തണ ലൈനാണ്. അവിടെയാണ് ഇപ്പൊ ഈ മരങ്ങളൊക്കെ കൂടി ഗവൺമെന്റിന്റെ ഭയങ്കരമായ ശല്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തക്കതായ ഒരു പരിഹാരം കാണണം. 11 kV വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരങ്ങൾക്കിടയിലൂടെയാണ്. വൈദ്യുതി ലൈനിന് മുകളിലും മരങ്ങൾ പൊട്ടിവീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആനന്ദപ്പടിയിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ കാര്യത്തിൽ അധികൃതർ ദ്രുതഗതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ വരാൻ പോകുന്നത് ഇതിലും വലിയ ദുരന്തമാകുമെന്ന ഭീതിയോടെ കഴിയുകയാണ് ഈ പ്രദേശത്തുള്ളവർ. അതേസമയം റോഡരികിലെ മരങ്ങൾ ഭീഷണി സൃഷ്ടിക്കുന്ന കാര്യം പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം വി നന്ദകുമാർ പറഞ്ഞു. ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചു. പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത മാസം 24, 25 തീയതികളിൽ അടയ്ക്കാപുത്തൂർ PT ഭാസ്കര പണിക്കർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലും അടയ്ക്കാപുത്തൂർ സെൻട്രലിലുമാണ് ബ്ലോക്ക് സമ്മേളനം നടക്കുക. ഇതിന്റെ ഭാഗമായാണ് അടയ്ക്കാപുത്തൂർ സെൻട്രൽ സ്വാഗത സംഘം ഓഫീസ് തുറന്നത്. P. സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം KC രാമൻകുട്ടി നിർവഹിച്ചു. K. പ്രേംകുമാർ, സുരേഷ്, B. രാജേഷ്, B. പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് സമ്മേളനത്തിന്റെ മുന്നോടിയായി സെമിനാറുകൾ, പഠനയാത്ര, യുവതീ സെമിനാർ, കായിക മത്സരങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനം MP രാജേഷ് MPയും പൊതുസമ്മേളനം P. ശ്രീരാമകൃഷ്ണൻ MLAയും ഉദ്ഘാടനം ചെയ്യും. RSS ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയദശമി മഹോത്സവവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം AUP സ്കൂളിലെ സുദർശൻജി നഗറിൽ നടന്ന പരിപാടി പ്രൊഫസർ MK നാരായണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. MD മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. PJ ദിലീപ് കുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടർന്നു. നെല്ലായ മാവുണ്ടിക്കടവ് റോഡിൽ അക്ഷയ കേന്ദ്രം തുറന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വസന്ത അക്ഷയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റഫീഖ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാലൻ, സെക്രട്ടറി ഹാഷിം മുഹമ്മദ്, ഹംസ മൗലവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ ആർക്കൈവ്സ് ക്വിസ് മത്സരം ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. LSN ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റപ്പാലം 1ാം സ്ഥാനവും എടപ്പലം PTM HSS, വട്ടനാട് GVHSS എന്നിവർ 2, 3 സ്ഥാനവും നേടി. വെളിഞ്ഞേഴി കലാഗ്രാമം പദ്ധതിയിൽ മറ്റ് കലാരൂപങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് CPI വെളിഞ്ഞേഴി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഥകളിയെ മാത്രം ഉൾപ്പെടുത്തി മറ്റ് കലാരൂപങ്ങളെ അവഗണിച്ചാണ് കലാഗ്രാമം പദ്ധതി നടപ്പിലാക്കിയതെന്നും പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. വി സരോജിനി അധ്യക്ഷത വഹിച്ചു. ആലിംകുണ്ടിൽ രാധാകൃഷ്ണൻ, BP ഉണ്ണികൃഷ്ണൻ, മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വിവിധ കവർച്ചാ കേസുകളിലെ മുഖ്യപ്രതികളായ 4 പേർ പെരിന്തൽമണ്ണയിൽ പോലീസ് പിടിയിൽ. പിടിയിലായത് കവർച്ച നടത്താനായി വാടകയ്ക്കെടുത്ത 2 കാറുകൾ സഹിതം. ഒറ്റപ്പാലം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ലേലം ഉൾപ്പെടുന്ന അജണ്ടയുടെ സർക്കാർ സ്റ്റേ നീക്കിക്കിട്ടാൻ നഗരസഭ ഹൈക്കോടതിയെ സമീപിച്ചു. 1 മാസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഹൈക്കോടതി ഓംബുഡ്സ്മാന് നിർദ്ദേശം നൽകി. പെരിന്തൽമണ്ണയിലെ ഇരട്ട ശമ്പള വിവാദം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജിക്കെതിരെ CPM നടത്തുന്ന സമരം ചെയർപേഴ്സൺ രാജിവെച്ച അപമാനം മറയ്ക്കാൻ വേണ്ടിയാണെന്ന് മുസ്ലിം ലീഗ്. പ്രചരണം വിലപ്പോയില്ലെന്നും ലീഗ് നേതാക്കൾ. ജില്ലയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ചില ജനപ്രതിനിധികൾക്ക് മണൽ മാഫിയയുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന് CP മുഹമ്മദ് MLA. ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും CP മുഹമ്മദ്. മണൽ മാഫിയ വലിയ നിയമപ്രശ്നമെന്നും MLA. മാവേലി സ്റ്റോറുകളിൽ നിന്നും അരി കിട്ടുന്നില്ല. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങുന്നതായി പരാതി. വല്ലപ്പുഴയിൽ പാടം നികത്തി റബ്ബർ കൃഷി. കർഷകർ പ്രതിഷേധവുമായി രംഗത്ത്. റബ്ബർ നട്ടിരിക്കുന്നത് ചെറുകോട് നെല്ലിക്കോട് പാടശേഖരത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.